ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ചിക്കൻ പൊട്ടാറ്റോ സമൂസ റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഒരു പൊട്ടാറ്റയും കുറച്ച് ചിക്കനും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ, കാണാനും നല്ല ഭംഗിയുള്ള, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്കിതിലേക്ക് വേണ്ട മാവൊന്ന് കുഴച്ച് വെക്കാം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അജ്വായിൻ, അതായത് അയമോദകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ കരിഞ്ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർത്ത് കൊടുക്കുമ്പോൾ ഈ സ്നാക്സിന് നല്ലൊരു ടേസ്റ്റാണ്. ഇനി നിങ്ങളുടെ അടുത്ത് ഇത് രണ്ടും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഇത് രണ്ടും ചേർത്ത് കൊടുക്കണം എന്നില്ല. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുക. ഗീ ചേർത്ത് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പും ഗീയും ഈ പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒരു 1-2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മാവ് ഇതുപോലെ കുഴച്ചെടുക്കുകയാണെങ്കിൽ എത്ര ഹവേഴ്സ് കഴിഞ്ഞാലും ഈ സ്നാക്സ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും. കണ്ടോ, ഈ ഒരു രീതിയിലാവുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇളം ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. വെള്ളം ആദ്യം തന്നെ ഒരുപാട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാതെ ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. സാധാരണ നമ്മൾ പൂരിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ മാവ് നന്നായിട്ട് കുഴച്ചിട്ട് സോഫ്റ്റാക്കി എടുക്കണം. ആദ്യം തന്നെ മാവിൽ ഒരുപാട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുകയാണെങ്കിൽ മാവ് ഒട്ടി പിടിക്കുന്ന രീതിയിലായിരിക്കും. അപ്പം നമുക്ക് ഈ മാവ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പരത്തിയെടുക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് വെള്ളം കൂടി പോകാതെ ഒരു പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇപ്പം ഞാൻ ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഈ രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഈ മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിൽ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇതുപോലെ ഓയിൽ മാവിൻ്റെ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇഞ്ചിയുടെ ആ റോ ടേസ്റ്റ് പോകുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 2 സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സവാള പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി വഴന്നു വരുന്നത് വരെ വഴറ്റിയെടുക്കുക. സവാള ഒരുപാട് അങ്ങോട്ട് വഴറ്റിയെടുക്കൊന്നും വേണ്ട കേട്ടോ, ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇതിൽ ചേർക്കുന്ന വെജിറ്റബിൾസൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ മതി, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ക്യാപ്സിക്കത്തിൻ്റെ കളറൊന്നും ചേഞ്ച് ആവാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ്. പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ബോൺലെസ്സായ ചിക്കൻ, ഇതൊരു 250 ഗ്രാമൊക്കെ ഉണ്ടാവും. ഈ ചിക്കൻ ഞാൻ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ട് ചൂടാറിയതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ പിച്ചിയെടുത്തതാണ്. അതും ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പൊട്ടാറ്റോ നന്നായി വേവിച്ചതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പൊട്ടാറ്റോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക.
പൊട്ടാറ്റോ ഉടച്ചെടുത്തതിന് ശേഷം അതും ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം മല്ലിയില ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമുക്ക് ഫില്ലിങ്ങിനുള്ള മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയിട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ മസാല നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ മാവ് 2 പാർട്ടായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ ഈ മാവും ഇതേ ഫില്ലിങ്ങും വെച്ചിട്ട് 2 രീതിയിലാണ് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഈ മാവിൻ്റെ ഒരു ഭാഗം ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ഈ മാവ് ഇതുപോലെ ഒന്നുകൂടി കുഴച്ചെടുക്കുക. അതിനുശേഷം ഈ മാവ് കുറച്ച് പൊടിയിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഈ മാവ് ഒരുപാട് അങ്ങോട്ട് തിക്കായിട്ടും പരത്തിയെടുക്കരുത്, എന്നാൽ തിന്നായിട്ടും പരത്തിയെടുക്കരുത്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തിയെടുക്കൂലേ, അതിനേക്കാളും കുറച്ചുകൂടി കനത്തിൽ പരത്തിയെടുക്കുക. അപ്പോൾ ഞാൻ ഈ മാവ് ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ മാവ് ആദ്യം ഇതുപോലെ 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഈ മാവ് വീണ്ടും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ ഈ മാവ് 8 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ മാവ് ഫോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ മാവിൻ്റെ കോണ് പോലുള്ള ഭാഗത്ത് ഇതുപോലെ 3 ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്ങിൽ നിന്ന് കുറച്ചെടുത്ത് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഈ മാവിൻ്റെ അറ്റത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ മാവിൻ്റെ എല്ലാ പീസിലും വെച്ച് കൊടുക്കുക. ഫില്ലിങ് എല്ലാ പീസിലും വെച്ച് കൊടുത്തതിന് ശേഷം ഇത്രയും ബാക്കിയുണ്ട്. ഇത് വെച്ച് തന്നെയാണ് നമ്മൾ വേറൊരു രീതിയിലും സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിത് ഫോൾഡ് ചെയ്തിട്ടെടുക്കാം. ഇത് മടക്കിയെടുക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു ബൗളിൽ കുറച്ച് വെള്ളമെടുത്ത് ഒരു ബ്രഷ് കൊണ്ട് മാവിൻ്റെ അറ്റത്ത് ഇതുപോലെ നനച്ച് കൊടുക്കുക. എന്നിട്ട് ഈ മാവിൻ്റെ 2 അറ്റവും ഇതുപോലെ പിടിച്ചതിന് ശേഷം ഒരു കോൺ ഷേപ്പിൽ മടക്കിയെടുക്കുക. എന്നിട്ട് ഈ മാവ് കൈകൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാ പീസും ഞാൻ ഇതുപോലെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ ഫില്ലിംഗ് ഒന്നും പുറത്തു പോവാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പം ഞാനിതെല്ലാം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ ഈ സ്നാക്സ് ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാം. ഞാനിതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഇപ്പോൾ എല്ലാ സ്നാക്സും ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമല്ലേ ഈ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇത് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. ഇനി ഇതേ മാവും ഇതേ ഫില്ലിങ്ങും വെച്ചിട്ട് ഇതിനേക്കാളും വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ മറ്റൊരു സ്നാക്സ് കൂടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാവ് ഒന്നുകൂടി കുഴച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക.
ഞാൻ ഈ മാവ് ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റിവെച്ച ഫില്ലിങ് മുഴുവനും ഇതുപോലെ എല്ലായിടത്തും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങോട്ട് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്തെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് പൊട്ടിപ്പോവാതെ നോക്കണം. ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ റോൾ ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ ഇത് കണ്ടോ, ഇതിൻ്റെ ഉൾഭാഗം ലെയറായിട്ടുണ്ടാവും. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കയറാതിരിക്കാൻ ഇതിൻ്റെ തുറന്ന ഭാഗം മൈദമാവിൽ മുക്കിയിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് കുറച്ച് മൈദമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഈ ഒരു പരുവത്തിൽ കലക്കിയെടുക്കുക. അപ്പം ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണയിൽ തന്നെയാണ്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചത് ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ മൈദമാവിൽ 2 ഭാഗവും ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് മുഴുവനും ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. ഇതിൻ്റെ പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ 2 സ്നാക്സ് റെസിപ്പിയും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിലാളെന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി വീണ്ടും വരാം. താങ്ക് യു.